ഹലോ നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ SCERT റിവിഷൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ആധുനിക ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്ന അടുത്ത പാഠം എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠമാണ്. 7ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. SCERTയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. നോക്കാം. ഓർമ്മക്കുറിപ്പ് എന്ന കൃതി എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഓർമ്മക്കുറിപ്പ് എന്ന കൃതി എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ്. ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കാം, നോട്ട് ചെയ്യുക. എന്താണ് ഗാന്ധിയൻ കാലഘട്ടം? അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3ാം ഘട്ടം എന്നും കൂടി അറിയപ്പെടുന്നത് 1919 ടു 1947 വരെയുള്ള കാലഘട്ടമാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ദിനം 1915 ജനുവരി 9. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ദിനം 1915 ജനുവരി 9. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ മാർഗത്തിനായി ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ മാർഗത്തിനായി ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചു. ഗാന്ധിജി നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യ സമരമാണ് 1917 ചമ്പാരൻ സമരം. ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടിയാണ് ചമ്പാരൻ സമരം നടത്തിയത്. ഗാന്ധിജി നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ സമരം. എവിടെയാണ് ചമ്പാരൻ? ബീഹാറിലാണ്. ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടിയാണ് 1917 ചമ്പാരൻ സമരം നടന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? 1918 അഹമ്മദാബാദ് തുണി മിൽ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ 1918 അഹമ്മദാബാദ് തുണി മിൽ സമരം. എന്തിനെ ചൊല്ലിയായിരുന്നു സമരം നടന്നത്? പ്ലേഗ് ബോണസിനെ ചൊല്ലി. ഗാന്ധിജി ഗുജറാത്തിലെ ഗേദയിൽ നികുതി നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് 1918. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്താണ് ഗാന്ധിജി നികുതി നിഷേധ സമരം നടത്തിയത്? എവിടെയാണ്? വർഷം? ഗുജറാത്തിലെ ഗേദയിലാണ്, 1918. അപ്പോൾ ഗുജറാത്തിൽ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് 1918. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും രഹസ്യ വിചാരണ നടത്താനും വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് നിയമം. 1919 റൗലറ്റ് നിയമം. എന്തായിരുന്നു റൗലറ്റ് നിയമം? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും രഹസ്യ വിചാരണ നടത്താനും വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്ന നിയമമായിരുന്നു റൗലറ്റ് നിയമം. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം റൗലറ്റ് നിയമത്തിനെതിരെ കരിദിനമായി ആചരിച്ച ദിനമാണ് 1919 ഏപ്രിൽ 6. കരിദിനം എന്നായിരുന്നു? 1919 ഏപ്രിൽ 6. ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ കൂട്ടം കൂടിയത് ആരുടെ അറസ്റ്റിനെ പ്രതിരോധിക്കാനാണ്, അല്ലെങ്കിൽ ആരുടെ അറസ്റ്റിനെ പ്രതിഷേധിക്കാനായിരുന്നു? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരുടെ അറസ്റ്റിനെ പ്രതിഷേധിച്ചാണ് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ കൂട്ടം കൂടിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിനം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയ പദവിയാണ് കൈസറെ ഹിന്ദ്. അപ്പം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസറെ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകി. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചു.
ഏതു പദവി? സർ പദവി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പങ്കുവഹിച്ച മൈക്കിൾ ഒഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ച ധീര ദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പങ്കുവഹിച്ച മൈക്കിൾ ഒഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ച ധീര ദേശാഭിമാനിയാണ് ആര്? ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ദിനം 1940 ജൂലൈ 31. അപ്പോൾ ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് എന്നാണ്? 1940 ജൂലൈ 31. അടുത്തത്, തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അതായത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത് ഖലീഫ എന്നാണ്. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അഥവാ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഖലീഫയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർപക്ഷത്തായിരുന്ന തുർക്കി സാമ്രാജ്യത്തിനെതിരെ ഖലീഫയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടികളിൽ പ്രതിഷേധിക്കാൻ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർപക്ഷത്തായിരുന്ന തുർക്കി സാമ്രാജ്യത്തിനെതിരെ അതായത് ഖലീഫയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടികളിൽ പ്രതിഷേധിക്കാൻ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? അലി സഹോദരന്മാരായ മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. റൗലറ്റ് നിയമത്തിനെതിരായ സമരത്തിൻ്റെ ഭാഗമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ആരാണ്? ഗാന്ധിജി. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. റൗലറ്റ് നിയമത്തിനെതിരായ സമരത്തിൻ്റെ ഭാഗമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ഗാന്ധിജി. ഖിലാഫത്ത് ദിനമായി ഇന്ത്യയിലുടനീളം ആചരിച്ചത് 1919 ഒക്ടോബർ 17. അപ്പോൾ ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് എന്നാണ്? 1919 ഒക്ടോബർ 17. 1919 ഒക്ടോബർ 17. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന സമരമാണ് നിസ്സഹരണ സമരം. 1920 നിസ്സഹരണ സമരം. ശ്രദ്ധിക്കാം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന സമരം. വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക, കൺഫ്യൂഷൻ ആവാനുള്ള പോയിന്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിസ്സഹരണ സമരം 1920. എന്താണ് പ്രത്യേകത? ആദ്യ ബഹുജന സമരം. ആരുടെ നേതൃത്വത്തിൽ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ. ആര് നടത്തി? INC നടത്തി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ്, നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനമാണ് 1920 കൊൽക്കത്തയിൽ നടന്ന പ്രത്യേക സമ്മേളനം. അപ്പം നിസ്സഹരണ സമരം നടത്തണം. അതുകൊണ്ട് തന്നെ INC എന്ത് ചെയ്തു? 1920 കൊൽക്കത്തയിൽ ഒരു പ്രത്യേക സമ്മേളനം കൂടി. എന്നിട്ട് നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1920 കൊൽക്കത്ത സമ്മേളനം. ക്ലിയർ അല്ലേ? കൊൽക്കത്തയിലെ പ്രത്യേക സമ്മേളനമാണ്. ഓക്കെ, അടുത്തത്, നിസ്സഹരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്തിലെ വാക്കുകൾ എന്താണ്? നിസ്സഹരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിക്ക് ഒരു കത്ത് എഴുതുകയുണ്ടായി. ആ കത്തിലെ വാക്കുകൾ ഇതാണ്: ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. എന്തായിരുന്നു? ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഈ വാക്ക് എവിടെ നിന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? നിസ്സഹരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്തിലെ വാക്കുകളാണിവ. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. നിസ്സഹരണ സമരത്തിൻ്റെ ഭാഗമായി നടന്ന ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? നിസ്സഹരണ സമരത്തിൻ്റെ ഭാഗമായി നടന്ന ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ് നോക്കാം. വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, കോടതി ബഹിഷ്കരണം, പദവികളും ഉദ്യോഗങ്ങളും ഉപേക്ഷിക്കൽ. അപ്പോൾ നിസ്സഹരണ സമരത്തിന് മുന്നോടിയായി തന്നെ എന്തെല്ലാം നടന്നു? വിദേശ വസ്ത്രങ്ങളെ ബഹിഷ്കരിച്ചു, നികുതി നിഷേധിച്ചു, നികുതി നൽകുന്നില്ല, കോടതി ബഹിഷ്കരിച്ചു, പദവികളും ഉദ്യോഗങ്ങളും ഉപേക്ഷിച്ചു.
ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് നോക്കാം. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി നടന്ന ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി നടന്ന ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഖാദി പ്രചരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ, ഹിന്ദു മുസ്ലിം ഐക്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്രിയാത്മകമായി നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ. ഏതെല്ലാമാണ്? ഖാദി പ്രചരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ, ഹിന്ദു മുസ്ലിം ഐക്യം. ഓക്കെ, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ്. അടുത്ത് നോക്കാം. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 1921 മലബാർ കലാപമാണ്. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 1921 മലബാർ കലാപം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1920 ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന ഖിലാഫത്ത് നേതാവാണ് മൗലാന ഷൗക്കത്ത് അലി. ആരാണ്? മൗലാന ഷൗക്കത്ത് അലിയാണ് 1920 ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന ഖിലാഫത്ത് നേതാവ്. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്നത് എന്നാണ്? 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം 1920. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആരായിരുന്നു? വടക്കേ വീട്ടിൽ മുഹമ്മദ്. മലബാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയതിന് ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണ്? അലി മുസ്ലിയാർ, വാര്യം കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരാണ് മലബാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയതിന് ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ട നേതാക്കൾ. വാഗൺ കൂട്ടക്കൊല, വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്ന വാഗൺ കൂട്ടക്കൊല നടന്നത് എന്നാണ്? 1921 നവംബർ 10. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. വാഗൺ കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. വാഗൺ ട്രാജഡിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 72. വാഗൺ ട്രാജഡിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 72. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ നിയമലംഘന സമരത്തിന്റെ ഭാഗമായി ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളിയായ 13 വയസ്സുകാരിയാണ് റാണി ഗേഡ്ലു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. 1932 പൂന സന്ധി. പൂന സന്ധി ആരൊക്കെ തമ്മിലായിരുന്നു? ഗാന്ധിജിയും അംബേദ്കറും തമ്മിലായിരുന്നു. എന്താണ് പൂന സന്ധി? പൂന സന്ധി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടീഷുകാർ അധസ്ഥിതർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ സംവരണം ചെയ്യാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട സന്ധിയാണ് പൂന സന്ധി. 3 വട്ടമേശ സമ്മേളനങ്ങളിലും അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അംബേദ്കറാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അംബേദ്കറാണ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ്? ലണ്ടനിലെ ജെയിംസ് പാലസിലാണ്. വർഷം 1930, 31, 32. 1930, 31, 32 എന്നീ വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനം നടന്നത്. എവിടെ വെച്ചാണ്? ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ച്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം. 1931 രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തപ്പോൾ ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ച ജയിലാണ് പൂനെയിലെ അഗാഖാൻ പാലസ്. പൂനെയിലെ അഗാഖാൻ പാലസ്. കസ്തൂർബ ഗാന്ധി അഗാഖാൻ ജയിലിൽ വെച്ചാണ് മരണപ്പെട്ടത് എന്നാണ്? 1944 ഫെബ്രുവരി 22. 1944 ഫെബ്രുവരി 22. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലി. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ ആസഫ് അലിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഹർത്താൽ ആചരിച്ച ദിനം 1942 ഓഗസ്റ്റ് 9. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഹർത്താൽ ആചരിച്ച ദിനം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9 കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് നടന്ന ഹർത്താലിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളാണ് MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, A കുട്ടിമാളുവമ്മ.
അപ്പോൾ ഇത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് അല്ലേ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് നടന്ന ഹർത്താലിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണ്? MP നാരായണ മേനോൻ, കേളപ്പൻ, മെയ്തു മൗലവി, AV കുട്ടിമാളുവമ്മ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിരവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി INA എന്ന ആശയം ആരുടേതാണ്? ക്യാപ്റ്റൻ മോഹൻ സിംഗിൻ്റേതാണ് ആശയം. INA എന്ന ആശയം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ മോഹൻ സിംഗിൻ്റേതാണ്. എന്നാൽ INA സ്ഥാപിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് ആണ്. ഓക്കെ, ഇത് PYQ ആണ്, നോട്ട് ചെയ്യൂ. അടുത്തത്, റാഷ് ബിഹാരി ബോസിൽ നിന്ന് INA നേതൃത്വം ഏറ്റെടുത്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. INAയിൽ ഝാൻസി റാണി റെജിമെന്റ് ആരംഭിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. INA പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ മോചനമാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? നേതാജിയുടേതാണ്. ജയ് ഹിന്ദ്. INA വനിതാ വിഭാഗമാണ് ഝാൻസി റാണി റെജിമെന്റ്. അതിൻ്റെ നേതാവായിരുന്ന മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? നോക്കാം. 26-ാം വയസ്സിൽ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ട INA അംഗമായിരുന്ന മലയാളിയാണ് വക്കം അബ്ദുൾ ഖാദർ. മുഹമ്മദ് അബ്ദുൾ ഖാദർ എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൾ ഖാദറാണ് 26-ാം വയസ്സിൽ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ട INA അംഗമായിരുന്ന മലയാളി. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട 1940-ൽ ലാഹോറിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗ് സമ്മേളനമാണ് ലാഹോറിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗ് സമ്മേളനം. ഓക്കെ, പാകിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട സമ്മേളനം ഏത്? 1940-ലെ ലാഹോറിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗ് സമ്മേളനം. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. PYQ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇവ. അടുത്തത്, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. മഹാത്മാ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ്. എന്നാൽ മഹാത്മാ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അയ്യങ്കാളിയാണ്. മഹാത്മാ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നേതാവാണ് അയ്യങ്കാളി. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്